നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ വിജയപ്രതീക്ഷ വിപണിയെ അതിവേഗം മുകളിലേക്ക് കുതിപ്പിക്കുകയാണ്. കഴിഞ്ഞ 12 ദിവസങ്ങളിലെ വ്യാപാര കണക്കെടുക്കുമ്പോൾ സെൻസെക്സ് മാത്രം 3500 പോയിന്റാണ് ഉയർന്നത്. വെള്ളിയാഴ്ചത്തെ കണക്കെടുത്താൽ 75,410 നിൽക്കുകയാണ് സെൻസെക്സ് മെയ് 13-ന്. സെൻസെക്സ് 71,871 എന്ന നിലവാരത്തിലായിരുന്നു. അതായത് 12 ദിവസത്തിൽ 3539 പോയിന്റുകളാണ് ഉയർന്നത്. മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ ഇതുവരെയുള്ള സാമ്പത്തിക നയങ്ങളിൽ തുടർച്ചയുണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ വിദേശ ആഭ്യന്തര നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്നത്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് നരേന്ദ്രമോദി സർക്കാരിന് ക്ഷീണമാകും എന്ന ഇന്ത്യ മുന്നണിയുടെ പ്രചാരണം വിപണിയിലെ നോമുറ അടക്കമുള്ള പ്രമുഖ നിക്ഷേപക സ്ഥാപനങ്ങൾ വസ്തുതകൾ നിരത്തി തള്ളിക്കളഞ്ഞതോടെയാണ് വിപണി ഉയർന്നത്. 2 ആഴ്ച മുൻപ് മുതൽ ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിച്ച് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ അത് ചൈനയുടെ ഓഹരി വിപണികളിൽ നിക്ഷേപിക്കുന്നു എന്ന അഭ്യൂഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങളെ തള്ളിക്കളഞ്ഞാണ് ഓഹരി വിപണി കുതിക്കുന്നത്. ജൂൺ 1-ന് എക്സിറ്റ് ഫലങ്ങൾ പുറത്തുവരും. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം ഏതാണ്ട് നിശ്ചയിക്കപ്പെട്ടതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് മുൻപേ തന്നെ നിക്ഷേപകർ വലിയ ആത്മവിശ്വാസത്തിലാണെന്നർത്ഥം. ജൂൺ 4-ന് ബി.ജെ.പിയും ഇന്ത്യൻ ഓഹരി വിപണിയും റെക്കോർഡ് ഉയരങ്ങൾ തൊടുമെന്ന് മോദി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന നിക്ഷേപകരിൽ വലിയ ആത്മവിശ്വാസമാണ് ഉയർത്തിയിരിക്കുന്നത്. ബേസ്റ്റൺ എന്ന ആഗോള ബ്രോക്കറേജ് കമ്പനി ജൂൺ 4-ന് നിഫ്റ്റി 23,000 തൊടുമെന്ന പ്രവചനം ഇപ്പോഴേ നിഫ്റ്റി കാറ്റിൽ പറത്തിയിരിക്കുന്നു. വെള്ളിയാഴ്ച തന്നെ നിഫ്റ്റി 22,957 എത്തി നിൽക്കുകയാണ്. ബേസ്റ്റൺ പ്രവചിച്ചത് ബി.ജെ.പി 330 മുതൽ 350 വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടെന്നാണ്. അധികാര തുടർച്ച തന്നെയാണ് വിപണിയെ പ്രചോദിപ്പിക്കുന്ന ഘടകമെന്നും അതിനാലാണ് വിപണി ഉയരുന്നതെന്നും ബോസ്റ്റന്റെ വേണുഗോപാൽ ഗാരെ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.